ഹലോ ഗൈസ്, വെൽക്കം ടു സൈറാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് കടകളിൽ നിന്നും ബേക്കറികളിൽ നിന്നുമൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ബെന്ന് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് ഈസ്റ്റ്. അപ്പോൾ ഞാനിവിടെ 2 ഈസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റും പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ, ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലോ പാലിലോ ഇത് ഇട്ട് ഇളക്കിയിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും മാറ്റി വയ്ക്കണം, ഇത് പൊങ്ങി കിട്ടാനായിട്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് നമുക്ക് ഡയറക്റ്റ് മാവിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. എപ്പോഴും കുഴിയുള്ള ബൗൾ എടുക്കാൻ ശ്രമിക്കുക, ഓക്കെ? കാരണം ഈ മാവ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ കുഴിയില്ലാത്ത പാത്രമാണെങ്കിൽ പുറത്തേക്ക് വരാനും അതുപോലെ തന്നെ നമ്മൾ മൂടി വയ്ക്കുന്ന സാധനത്തിൽ, അതായത് കവറിൽ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് എപ്പോഴും കുഴിയുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക, ഓക്കെ? അപ്പോൾ നമുക്ക് ബണ്ണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഷുഗർ, 1 കപ്പിന് 1.5 ടേബിൾ സ്പൂണോളം ഷുഗർ ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പായതുകൊണ്ട് 4.5 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്. ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്നിച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂണോളം ഈസ്റ്റ്, ഇതെല്ലാം ഇട്ട് ഒന്നിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് സാധാരണ ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന ബണ്ണായത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇളം ചൂട് പാലിൻ്റെയും ആവശ്യമില്ല. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പച്ചവെള്ളമാണ്. പച്ചവെള്ളം വെച്ചും നമുക്ക് ബണ്ണ് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ മാവ് അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം, അധികം ടൈറ്റ് ആവരുത്. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അധികം കട്ടി കൂടിപ്പോയാൽ പിന്നെ ഇത് പൊങ്ങി വരില്ല. പിന്നെ നമ്മുടെ ബണ്ണും കട്ടി ഉണ്ടാവും. സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് അത്യാവശ്യം നല്ല പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കൂടുതൽ കട്ടിയാവാതെ നോക്കുക, ഓക്കെ?
അടുത്ത ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബട്ടറാണ്. ഞാനിവിടെ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ച് കൊടുക്കണം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ഇത് നന്നായിട്ട് കുഴക്കണം. കൈ വെച്ചിട്ട് നന്നായി കുഴക്കണം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ കൈ വെച്ച് കുഴച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടണം മാവ്. ബബിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ ഇത് ഇടയ്ക്കൊക്കെ ഓയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കില്ലല്ലോ, ഒട്ടി പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് നമുക്കിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഓക്കെ, ഇത്ര അകവെങ്കിലും ഉണ്ടാവണേ. ഇതിനേക്കാൾ കൂടുതലൊന്നും ടൈറ്റ് ആവാൻ പാടില്ല. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്യണം. പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നമുക്കത് കവർ ചെയ്തെടുക്കാം. നല്ല ടൈറ്റിൽ പിന്നെ ടൈറ്റാക്കിയിട്ട് ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ, ഇപ്പോൾ 2 മണിക്കൂറായാലും കുഴപ്പമില്ല. ഈ നമ്മൾ കൂട്ടി വെച്ച ഈ മാവുണ്ടല്ലോ, ഇതിൻ്റെ ഡബിൾ മടങ്ങ് ഇത് പൊന്തി വരണം. എന്നിട്ടാണ് നമുക്ക് ബണ്ണിൻ്റെ രൂപത്തിലേക്കായിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഏകദേശം ഇത് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. പിന്നീട് നമുക്കിത് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. മാറ്റിയ ശേഷം നമുക്കിതൊന്ന് വീണ്ടും ഇതിൻ്റെ എയറൊക്കെ പോക്കിയിട്ട് എയറൊക്കെ കളയണം. കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പഴയ രൂപത്തിലാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് കുഴച്ച് നോക്കിയെടുക്കണം. അടുത്തത് നമുക്കിത് ബണ്ണിൻ്റെ രൂപത്തിലാക്കാം. അതിനു മുമ്പ് നമ്മൾക്ക് ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തണം. അടുത്തത് നമുക്ക് ഈ മാവ് കുഴച്ച് ഉരുട്ടി നമുക്ക് ബണ്ണിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കാം. ഓക്കെ,
ഇങ്ങനെ ഓരോന്നും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് 3 കപ്പിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. എത്ര ബൺ കിട്ടിയിട്ടുണ്ട്? 10 ബൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായത് അടുത്തത് ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടുകയാണ്. അപ്പോൾ ഞാൻ ഈ തുണി നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മൂടി കൊടുക്കുക. ഇങ്ങനെ ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഇതിങ്ങനെ വെക്കണം, കാരണം ഇത് പൊങ്ങി വരാനായിട്ട്. അടുത്തത് കുഴച്ച് വെച്ച മാവ് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെക്കുന്നതിന് മുമ്പായിട്ട് 10 മിനിറ്റെങ്കിലും ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ മുകളിലേക്കായിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്ത് തേച്ച് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് മാവ് റെഡിയായി വെന്ത ശേഷം നമുക്ക് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് തേച്ച് കൊടുക്കുന്നുണ്ട് വെക്കുന്നതിന് മുമ്പായിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വെച്ച് കൊടുക്കട്ടെ. ഒന്നുകൂടി മാവ് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഞാൻ വെച്ചിരിക്കുന്ന ഈ മാവ് കുഴച്ചപ്പോൾ അതിൻ്റെ ഓരോ ഉരുളകളും വലുതായിട്ടുണ്ട്. ആവശ്യാനുസരണം അതിൻ്റെ ഉരുള ചെറുതാക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ബൺ റെഡി ആയിട്ടുണ്ട്. റെഡിയായി കിട്ടിയ ഈ ബണ്ണിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടാനായിട്ട് ഞാനിവിടെ വീണ്ടും ആ നനഞ്ഞ തുണിയുണ്ടല്ലോ, അപ്പോൾ കുറച്ച് മുമ്പ് മൂടി ആ തുണി കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റേക്ക് മൂടിക്കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ നല്ല ബണ്ണ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.